നമസ്കാരം. കൃഷ്ണാരിമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നും ശ്രീ ഗുരുവായൂരപ്പന്റെ ദിവ്യകാരുണ്യം കൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് എല്ലാവർക്കും സത്സംഗത്തിലൂടെ ഒത്തൊരുമിക്കാൻ സാധിച്ചിരിക്കുകയാണ്. ഗുരുവായൂരപ്പന്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു. ഒപ്പം കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി. ഹരികൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി. ഇന്നും കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ദശമി ദിവസമാണ്. ഇന്നത്തെ ദിവസമായിരുന്നു ഇവിടെ ഗുരുവായൂർ ഗജരാജൻ കേശവന്റെ അനുസ്മരണ ചടങ്ങ് നടന്നിരുന്നത്. അതുപോലെ തന്നെ ചെമ്പൈ സംഗീതോത്സവത്തിലെ പഞ്ചരത്ന കീർത്തനാലാപനവും ഇന്ന് തന്നെയായിരുന്നു. രണ്ടും ഏകദേശം ഒരേ സമയത്താണ് കേട്ടോ നടക്കാറുള്ളത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം ഏതാണ്ട് വൈകുന്നേരമായല്ലോ. അപ്പോൾ ഇനിയുള്ളത് ദശമി വിളക്ക്. ഇന്നത്തെ ദിവസം വിളക്ക് വളരെ വൈകും. ഇന്ന് രാവിലെ 3 മണിക്ക് നട തുറന്ന് ഇന്ന് മുഴുവനും നട തുറന്നിരിക്കും. നാളെ മുഴുവനും നട തുറന്നിരിക്കും. മറ്റന്നാൾ ഏകദേശം 9 മണിയോട് കൂടിയിട്ടാണ് നട അടയ്ക്കുക. അപ്പോൾ ഏകാദശി ഉത്സവത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നവരെല്ലാം വന്ന് പങ്കെടുക്കൂ. സാധിക്കാത്തവരെല്ലാം അവനവന്റെ വീട്ടിലിരുന്ന് നല്ലോണം നാമം ജപിക്കുകയും ഏകാദശി നോൽക്കുകയും ഒക്കെ ചെയ്തോളൂ കേട്ടോ. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം കേട്ടോ. നാരായണ കവചത്തെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാമോ? കൃഷ്ണനാട്ടം കളി എന്തിനുള്ള വഴിപാടാണ്? എത്രയാണ് എമൗണ്ട്? അതിന് ആടിയ എണ്ണ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്താൽ അയച്ചു തരുമോ? ഗുരുവായൂർ അമ്പലത്തിൽ വന്നാൽ വഴിപാട് കൗണ്ടറിൽ ഷീട്ടാക്കിയാൽ കിട്ടുമോ? എല്ലാ ദിവസവും കിട്ടുമോ? എന്നൊക്കെയാണ് രജിത ശങ്കർ എന്ന ഭക്ത ചോദിച്ചിരിക്കുന്നത്. ആടിയ എണ്ണ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഷീട്ടാക്കി വാങ്ങാവുന്നതാണ്. ഓൺലൈനായിട്ട് നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ അതിൽ ഹോം ഡെലിവറി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അഭിഷേകം ഓയിൽ എന്നാണ് പറയുക. അതിൽ ആ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ വീട്ടിലേക്ക് അയച്ചു തരും എന്നാണ് കേട്ടോ പറയാറുള്ളത്. കുറച്ച് ഡിലേ വരാറുണ്ടെന്ന് കേട്ടു ഞാൻ. എന്നാലും അയച്ചു തരും. പിന്നെ കൃഷ്ണനാട്ടം എന്തിനുള്ള വഴിപാടാണെങ്കിൽ ഗുരുവായൂരപ്പന് 8 കൃഷ്ണനാട്ടം കളിയാണ് ഉള്ളത്. ഈ 8നും 8 ഫലസിദ്ധിയാണ് പറയാറുള്ളത് കേട്ടോ. അവതാരം കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. കാളിയമർദ്ദനം വിഷബാധ ശമനം, രോഗശമനം എന്നുള്ളതിനാണ് കാളിയമർദ്ദനം. ശത്രുനാശം അതും കൂടി ഉണ്ട് കേട്ടോ. രാസക്രീഡ ദാമ്പത്യ കലഹം മാറാനും അതേമാതിരി കന്യകമാരുടെ ശ്രേയസ്സിനുമാണ് അവതാരം. കാളിയമർദ്ദനം രാസക്രീഡ കംസവധം ശത്രുനാശത്തിനാണ്. അതുപോലെ അവതാരം കാളിയമർദ്ദനം രാസക്രീഡ കംസവധം സ്വയംവരം നമുക്ക് പേര് പോലെ തന്നെ വിവാഹാദി മംഗള കാര്യങ്ങളെല്ലാം നടക്കാൻ വേണ്ടിയിട്ടാണ് സ്വയംവരം നടത്തുന്നത്. ബാണയുദ്ധം ജീവിത വിജയത്തിന്, അഭീഷ്ടകാര്യ സിദ്ധിക്ക് എന്നാണ് പറയാറുള്ളത്. വിവിധവധം കാർഷിക അഭിവൃദ്ധിക്ക് അല്ലെങ്കിൽ വ്യാവസായിക അഭിവൃദ്ധിക്ക്, അതല്ലെങ്കിൽ ദാരിദ്ര്യ ദുഃഖ ശമനത്തിന് എന്നാണ് പറയാറുള്ളത്. പിന്നെ സ്വർഗാരോഹണം, അത് മോക്ഷപ്രാപ്തി എന്നുള്ളതാണ് അതിൻ്റെ ആ ഒരു ഫലസിദ്ധി. ഇതിലേതാണ് വേണ്ടത് എന്നുള്ളത് ഭക്തരുടെ ഇഷ്ടമാണ് കേട്ടോ. ഏത് ഷീട്ടാക്കണം എന്നുള്ളത് ഭക്തരുടെ ഇഷ്ടമാണ്. അതിനനുസരിച്ച് നിങ്ങൾ ഏത് ദിവസം ഏത് കൃഷ്ണനാട്ടം കളിയാണ് വരുന്നത് എന്നുള്ളത് ദേവസ്വമാണ് മുൻകൂട്ടി നിശ്ചയിക്കുക. അപ്പൊ നമുക്ക് അതിൽ നമ്മുടെ നാള് വരുന്ന ദിവസം ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് വന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയ ദിവസം ഉണ്ടോ, അത് നോക്കിയിട്ട് അത് ഓപ്റ്റ് ചെയ്യാമെന്ന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഒരേ ദിവസം ഒരാളുടെ മാത്രമല്ല അനേകം പേരുടെ വകയായിട്ടാണ് കൃഷ്ണനാട്ടം കളി ഇവിടെ നടക്കാറുള്ളത് കേട്ടോ. 3000 രൂപയാണ് കൃഷ്ണനാട്ടം കളി ഷീട്ടാക്കാൻ വേണ്ടത്. ഇന്ന് അവതാരം കൃഷ്ണനാട്ടം കളി ആണെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് 12 മണി വരെ നമുക്ക് ഷീട്ടാക്കാവുന്നതാണ്. ഇതൊക്കെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്കാണ് കേട്ടോ. നിങ്ങൾ കുറേ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ബോറടിക്കും, എനിക്കറിയാം. പക്ഷെ എങ്ങനെയാ അവരോട് പിന്നെ റെഫർ ചെയ്തോളൂ എന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നാരായണ കവചത്തിനെ കുറിച്ച് ഞാൻ ഇതുപോലെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭാഗവതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ഈ നാരായണ കവചം എന്ന് പറയുന്നത്. അപ്പൊ നാരായണ കവചം ചൊല്ലുന്നത് ശത്രുദോഷത്തിൽ നിന്നും ബാധാശമനത്തിനും ഒക്കെ നല്ലതാണ്. ഒരു തരത്തിലുള്ള ദോഷങ്ങളും നമ്മളെ ബാധിക്കാതിരിക്കാൻ നാരായണ കവചം നിത്യേന ചൊല്ലുന്നത് നല്ലതാണ്. ഇനി അത് ഗുരുമുഖത്ത് നിന്ന് തന്നെ കേട്ട് പഠിക്കണോ എന്ന് ചോദിച്ചാൽ നമ്മളുടെ സാഹചര്യത്തിനനുസരിച്ച് ഗുരുമുഖത്ത് നിന്ന് പഠിക്കാൻ സാധിച്ചാൽ നന്നായി, ഇല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഗുരുവായൂരപ്പനെ ഗുരുവായി കണക്കാക്കിയിട്ട് ചൊല്ലിക്കോളൂ കേട്ടോ. അടുത്തതായിട്ട് വിനീത വിശാഖ എന്ന ഐഡിയിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. സന്ധ്യാനാമം ചൊല്ലുമ്പോൾ മന്ത്രങ്ങൾ ചൊല്ലാൻ പാടുമോ? ഏകദന്തം തുടങ്ങിയിട്ടുള്ള മന്ത്രങ്ങൾ
ചൊല്ലാൻ പാടുമോ, അർത്ഥം അറിയാതെ ചൊല്ലാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സന്ധ്യാനാമം ചൊല്ലുമ്പോൾ നാമം ചൊല്ലുക, സന്ധ്യയ്ക്ക് ചൊല്ലുക, ഇത്ര മാത്രമേ ഉദ്ദേശിക്കണുള്ളൂ കേട്ടോ. ഏത് നാമം വേണമെങ്കിലും ചൊല്ലാം, ഏത് കീർത്തനങ്ങൾ വേണമെങ്കിലും ചൊല്ലാം. എങ്ങനെയൊക്കെ ഗുരുവായൂരപ്പനിൽ അല്ലെങ്കിൽ ഈശ്വരനിൽ മനസ്സർപ്പിച്ചിരിക്കാൻ സാധിക്കുമോ അത്രയും മനസ്സർപ്പിച്ചിരിക്കുക എന്ന് മാത്രമേ ഉദ്ദേശിക്കണുള്ളൂ. ഏത് നാമം വേണമെങ്കിലും നമുക്ക് കുളിച്ച് ശുദ്ധമായി വിളക്കൊക്കെ കൊളുത്തി സന്ധ്യയ്ക്ക് ഇരുന്ന് ചൊല്ലാവുന്നതാണ് കേട്ടോ. ഏത് ഈശ്വരന്റെ ഏത് നാമം വേണമെങ്കിലും ചൊല്ലാം. അർത്ഥമറിയാതെ ചൊല്ലാവോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അർത്ഥം അറിഞ്ഞു ചൊല്ലുമ്പോൾ അത് ചൊല്ലുന്നവന് കൂടി ആസ്വാദ്യകരമാകും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇനി അർത്ഥം അറിയാതെയാണ് ചൊല്ലുന്നതെങ്കിൽ ഭഗവാൻ അർത്ഥം എന്തായാലും അറിയാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫലം കുറച്ച് കുറഞ്ഞു പോകുന്നില്ല, അതേ ഫലം തന്നെയാണ് എന്തായാലും കിട്ടുക. അടുത്തതായിട്ട് ആരോമൽ എന്ന ഐഡിയിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. വനമാല വ്യാഖ്യാനം നാരായണീയത്തിന് എത്ര രൂപയാണ് എന്നാണ്. 150 രൂപയാണ്. ഗുരുവായൂർ ദേവസ്വം പ്രസിദ്ധീകരണമാണ്. ഗുരുവായൂർ ദേവസ്വം ബുക്ക് സ്റ്റോളിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഗുരുവായൂർ എല്ലാ കടകളിലും കിട്ടും തോന്നുന്നു, ബുക്ക് സെന്റേഴ്സിനും എല്ലാം കിട്ടും. ഗുരുവായൂർ ദേവസ്വം ബുക്ക് സ്റ്റോളിൽ കിഴക്കേ നടയിൽ കല്യാണ മണ്ഡപമൊക്കെ ഇല്ലേ, അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ കാണാം ദേവസ്വം ബുക്ക് സ്റ്റോൾ. ആ ബുക്ക് സ്റ്റോളിലാണ് കേട്ടോ കിട്ടുക. 150 രൂപയുള്ളൂ കേട്ടോ. ഇനി അടുത്തതായിട്ട് ഞാൻ എല്ലാവരുടെ അടുത്തും ഇന്നലെ നാമജപത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഒരുപാട് പേരാണ് റെസ്പോണ്ട് ചെയ്തത്. എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഇതെല്ലാം വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളത് ഇന്നലെ എനിക്ക് തോന്നിയിരുന്നു. കാരണം പതിവിലധികം കമൻസ്, പതിവിലധികം ആളുകൾ പറയുന്നു. ആദ്യമായിട്ടാണ് കമന്റ് ചെയ്യണതെന്ന് പറഞ്ഞിട്ട് തന്നെ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനും തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എല്ലാവരോടും എനിക്ക് നന്ദിയാണ് പറയാനുള്ളത്. അതിലൊരുപാട് പേര് ഡൗട്ടായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ലേ, ഒരു അരമണിക്കൂർ ചൊല്ലിയാൽ 3300 ആവും എന്ന് പറഞ്ഞല്ലോ, അപ്പൊ കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഇഷ്ടം. കൗണ്ട് ചെയ്യാൻ സാധിക്കുന്നവർക്ക് കൗണ്ട് ചെയ്യാം. കൗണ്ട് ചെയ്യാൻ പറ്റില്ല തോന്നുന്ന ആൾക്കാർക്ക് അരമണിക്കൂർ ചൊല്ലിയാൽ മതി, 3300 ആവുന്നതാണ്. ആ ഒരു കണക്ക് പ്രകാരം നോക്കുമ്പോൾ അങ്ങനെയാട്ടോ പറ്റുന്നത്. പിന്നെ അതുപോലെ മറ്റ് സംശയം എന്താ വെച്ചാൽ മണ്ഡലകാലം തുടങ്ങിയത് മുതൽ നാമം ജപിക്കണ്ടല്ലോ, അപ്പൊ ആ കൗണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ 41ാമത്തെ ദിവസം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തോളൂ ഈ ഇതിന്റെ താഴെയായിട്ട് കേട്ടോ. എക്സ്ട്രാ 3300 ജപിക്കാന്ന് പറഞ്ഞവരുണ്ട്, അല്ല ഇതിന്റെ കൂട്ടത്തിൽ ജപിക്കാന്ന് പറഞ്ഞവരുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഒന്നാമത് നാമം ചൊല്ലുമ്പോൾ നമ്മൾ അങ്ങനെ കൗണ്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എപ്പോഴും പറയാറുണ്ട് കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും നമ്മുടെ ഒരു കോൺഫിഡൻസിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു വർഷത്തിൽ നമുക്ക് ഇത്രയൊക്കെ ചെയ്യാൻ സാധിച്ചുല്ലോ, നമ്മുടെ ഉണ്ണികൃഷ്ണൻ നമ്മുടെ കൂടെ ഉണ്ടല്ലോ എന്നുള്ള ഒരു തോന്നലിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് എന്തായാലും 41ാമത്തെ ദിവസം നിങ്ങൾ ഇതിന് താഴെ തന്നെ അപ്ഡേറ്റ് ചെയ്തോളൂ. അതല്ലാതെ നമുക്ക് നാളെ മുതൽ എന്തായാലും 3300 നാമം ഓരോരുത്തരും മുടങ്ങാതെ ജപിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹവും. അതേപോലെ ഗുരുവായൂരപ്പനോടുള്ള പ്രാർത്ഥനയും അത് തന്നെയാണ് കേട്ടോ. അടുത്തതായിട്ട് ഭഗവാന്റെ പ്രസാദം കഴിക്കാൻ ടോക്കൺ എടുക്കണോ എന്നാണ്. അന്നലക്ഷ്മി ഹാളിൽ പ്രസാദോട്ടിന് ടോക്കൺ എടുക്കണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ക്യൂ സംവിധാനത്തിൽ നിൽക്കുമ്പോൾ അങ്ങോട്ട് കടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് ടോക്കൺ തരും കേട്ടോ. അങ്ങനെയാണ് അതിൻ്റെ സംവിധാനം. ഇടയ്ക്ക് വെച്ച് കയറി ടോക്കൺ ഇല്ലാതെ അങ്ങനെ കഴിക്കാൻ പറ്റില്ല എന്നർത്ഥം. ടോക്കൺ നമ്മൾ ക്യൂ നിൽക്കുന്ന സമയത്താണ് നമുക്ക് കിട്ടുക. ക്യൂ സംവിധാനം അവിടെ ആ കുളത്തിൻ്റെ വശത്തായിട്ട് കാണാൻ സാധിക്കും. അവിടെ നിൽക്കുമ്പോൾ നമുക്ക് അവസാനം ടോക്കൺ തന്നിട്ടാണ് നമ്മൾ പോയി കഴിക്കുക എന്നുള്ളതാണ് കേട്ടോ. അടുത്തതായിട്ട് പീരീഡ് ആയിട്ട് 6ാമത്തെ ദിവസം ഏകാദശി നോൽക്കാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സൗമ്യ CK. തീർച്ചയായിട്ടും നോൽക്കാം കേട്ടോ. 5 ദിവസം, 5ാമത്തെ ദിവസം തൊട്ടിട്ട് നമുക്ക് ഏകാദശി നോൽക്കാം. അടുത്തതായിട്ട് പീരീഡ്സ് ആയിട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഗുരുവായൂർ അമ്പലത്തിൽ കയറാൻ പറ്റുക എന്നാണ് സജു ഹരിദാസൻ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. നമുക്ക് 8ാമത്തെ ദിവസം തൊട്ടിട്ടാണ് കേട്ടോ നാലമ്പലത്തിനകത്തേക്ക് കടക്കാൻ പറ്റും. രാജിയാണ് കേട്ടോ, അവസാനം പേര് പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ പിന്നെയാ കണ്ടത്. രാജി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. 8ാമത്തെ ദിവസം മുതലാണ് നമുക്ക് ഗുരുവായൂരമ്പലത്തിലേക്ക് കടക്കാൻ പറ്റുക കേട്ടോ. അടുത്തതായിട്ട് ശ്രീജ AK എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട്, അഴൽ വഴിപാട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കേട്ടോ. ഭഗവതി അമ്മയ്ക്ക്, അതായത് എടത്തരികത്തുകാവിൽ അമ്മയ്ക്ക്, ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉപദേവതാ പ്രതിഷ്ഠയായ എടത്തരികത്തുകാവിൽ അമ്മയ്ക്ക് വെള്ളരിയും നാളികേരവും അഗ്നിയും ചേർത്ത് നിവേദിക്കുന്നതിനെയാണ് അഴൽ എന്ന് പറയുക. ഭക്തജനങ്ങളുടെ എല്ലാ സങ്കടങ്ങളും ഭഗവതി അമ്മയിൽ അർപ്പിച്ചതിന് ശേഷം സന്തോഷമാകുന്ന അനുഗ്രഹം തിരിച്ച് നേടിയെടുക്കുന്ന ആ ഒരു ചടങ്ങിനെയാണ് കേട്ടോ അഴൽ എന്ന് പറയുക. ഇത് ഗുരുവായൂരപ്പൻ്റെ അത്താഴപൂജയും തൃപ്പൂജയും കഴിഞ്ഞ് നടയടച്ചതിന് ശേഷമാണ് ഭഗവതി അമ്മയ്ക്ക് അഴൽ
വഴിപാട് നടത്താറുള്ളത്. ഇത് ഭക്തജനങ്ങൾക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് പ്രസാദങ്ങളൊന്നുമില്ല കേട്ടോ. അഴൽ വഴിപാട് കണ്ടു തൊഴുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. ഇത് ഏതെങ്കിലും തരത്തിലുള്ള ബാധാശമനത്തിനോ അങ്ങനെയൊക്കെ പറയൂ കേട്ടോ. അങ്ങനെ നമുക്ക് ഒരു തരത്തിലുള്ള ദോഷങ്ങളും അനുഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഭഗവതി അമ്മയുടെ ഒരു പ്രൊട്ടക്ഷനായിട്ട് ആവശ്യപ്പെടുന്നതിന് അഴൽ നിവേദ്യം ചീട്ടാക്കാം. അടുത്തതായിട്ട് പ്രസന്ന വേണുഗോപാൽ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. സവിതമോളെ, ഞാൻ മണ്ഡലകാലത്ത് എന്നും 5000 മുതൽ 10000 വരെ നാമം ചൊല്ലാറുണ്ട്. അപ്പോൾ അതിന് മാറ്റം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരാമോ? അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യൂ, അതിലൊരു മാറ്റവും വരുത്തണ്ട കേട്ടോ. 5000 മുതൽ 10000 വരെ ജപിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേ. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അതിൽ മാറ്റമൊന്നും വരുത്തണ്ട. സാധാരണ ജപിക്കാൻ സാധിക്കുന്ന അത്രയും തന്നെ ജപിക്കൂ കേട്ടോ. അടുത്തതായിട്ട് ഭഗവതി അമ്മയുടെ അഴൽ വഴിപാട് നടത്താൻ ഇത്ര തുകയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗീതാ ഹരിപ്രസാദ് എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. 40 രൂപയാണ് അഴൽ ഷീട്ടാക്കാൻ. എപ്പോൾ ഷീട്ടാക്കണം എന്ന് ചോദിച്ചാൽ എപ്പോഴും ഷീട്ടാക്കാം. നമ്മൾ വന്ന് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഭഗവതി അമ്മയ്ക്ക് അഴൽ ഷീട്ടാക്കാം കേട്ടോ. അഴല്, വെണ്ണ, അതുപോലെ പഴം, പഞ്ചസാര, ഇതൊക്കെ നെയ്പായസം, ഇതൊക്കെ നമുക്ക് എപ്പോഴും ഷീട്ടാക്കാൻ പറ്റുന്നതാ കേട്ടോ. തിരുമുടിമാല, ഉണ്ടമാല, ഇതൊക്കെ നമുക്ക് എപ്പോഴും ഷീട്ടാക്കാൻ പറ്റുന്ന വഴിപാടുകളാണ് കേട്ടോ. അടുത്തതായിട്ട് ഗർഭിണികൾക്ക് ചൊല്ലാൻ പറ്റുന്ന ഭഗവാന്റെ നാമങ്ങൾ ഏതാണ് സവിത? ഏത് നാമങ്ങൾ ചൊല്ലുകയാണെങ്കിലും നമ്മൾ കുറച്ച് സൗണ്ടിൽ ചൊല്ലുകയാണെങ്കിൽ ആ ഗർഭസ്ഥ ശിശുവിനും കൂടി കേൾക്കാൻ പാകത്തിന് ചൊല്ലുകയാണെങ്കിൽ ഉത്തമമായി ഏത് നാമം വേണമെങ്കിലും ചൊല്ലാം. ഇനി നമുക്ക് ഗോപാലമന്ത്രങ്ങളിൽ ദേവകീസുത ഗോവിന്ദ വാസുദേവ ജഗൽപതേ ദേഹിമേ തനയം കൃഷ്ണ ത്വാമഹം ശരണം ഗത എന്ന സന്താന ഗോപാല മന്ത്രം ചൊല്ലുന്നത് അത്യുത്തമമാണ്. ഇനി നാരായണീയത്തിലെ 37, 38 ദശകം ചൊല്ലിയിട്ട്, അത് കൃഷ്ണ അവതാര കഥകളാണ്, ഈ ഒരു ദശകം ചൊല്ലി നമസ്കരിക്കുന്നത് നല്ലതാണ്. 86ാമത്തെ ദശകത്തിൽ ഒരു ശ്ലോകത്തിന്റെ പകുതി ഭാഗം കൊണ്ട് ഉത്തരയുടെ ഗർഭസ്ഥ ശിശുവിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഗുരുവായൂരപ്പനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഭാഗം അനുസ്മരിക്കുന്നതും ഗർഭസ്ഥ ശിശുവിന്റെ സമ്പൂർണ്ണ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് ഈ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ ചൊല്ലേണ്ടത് കേട്ടോ. അടുത്തതായിട്ട് സന്ധ്യാനിൽ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. ദ്വാദശി പണം സമർപ്പിക്കേണ്ടത് കിഴി കെട്ടിയിട്ടാണോ എന്ന്. അങ്ങനെയൊന്നുമില്ല, കിഴി കെട്ടണം അങ്ങനെയൊന്നുമില്ല കേട്ടോ. ദ്വാദശി പണം പൈസയായിട്ട് തന്നെ സമർപ്പിക്കുന്നവരുണ്ട്. അതല്ലാതെ പ്രത്യേകിച്ച് കിഴി കെട്ടി സമർപ്പിക്കുക അങ്ങനെ ഇല്ല കേട്ടോ. ഗീത ഉണ്ണി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്. കുറച്ച് ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്, എന്താ ചെയ്യുക? ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആണ് മൈൻഡ് എന്നാണ് പറഞ്ഞിരിക്കണേ കേട്ടോ. ഈ മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള സമയത്ത് നാമം ചൊല്ലു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു കേട്ടാൽ തന്നെ നമുക്ക് ദേഷ്യം വരുന്ന കാര്യമാണ് അല്ലെ. എന്നാൽ പോലും മുടങ്ങാതെ നാരായണീയത്തിലെ 65ാമത്തെ ദശകം മുതൽ 69ാമത്തെ ദശകം വരെയുള്ള രാസക്രീഡ എന്ന ഭാഗം വായിച്ചോളൂ. അത് അത്യുത്തമമാണ് ദാമ്പത്യ കലഹങ്ങളെല്ലാം മാറാനും ദാമ്പത്യ സൗഖ്യം ഉണ്ടാവാനും. ഇത് മാത്രമല്ല, ഗുരുവായൂർ ക്ഷേത്രത്തിൽ എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ രാസക്രീഡ കൃഷ്ണനാട്ടം കളിയാണ് ദാമ്പത്യ കലഹം മാറാനായിട്ട് ചെയ്യേണ്ടത് കേട്ടോ. 3000 രൂപയാണ് ഷീട്ടാക്കാനായിട്ട് വേണ്ടത്. അതായത് രാസക്രീഡ എന്നുള്ള ആ ഒരു കൃഷ്ണനാട്ടം കളിയുടെ ഫലശ്രുതി അല്ലെങ്കിൽ ഫലപ്രാപ്തി എന്ന് പറയുന്നത് ദാമ്പത്യ ഐക്യത്തിനും കന്യകമാരുടെ ശ്രേയസിനും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാ ഷീട്ടാക്കേണ്ടത് ചോദിച്ചാൽ നമുക്ക് ഓൺലൈൻ വഴി ഷീട്ടാക്കാം. അതല്ലെങ്കിൽ അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് 12 മണി വരെ, എന്നത്തെ ദിവസം ഗുരുവായൂർ ദേവസ്വമാണ് നിശ്ചയിക്കേണ്ടത് ഏത് ദിവസമൊക്കെ ഏതൊക്കെ കൃഷ്ണനാട്ടം കളിയാണ് നടത്തേണ്ടത് എന്നുള്ളത്. അത് നിശ്ചയിച്ച പ്രകാരം ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഇപ്പോൾ ഡിസംബർ വരെയുള്ള ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ഇതിൽ ഏത് ദിവസമാണോ നമുക്ക് സാധ്യമായത്, വന്ന് കണ്ട് തൊഴുത് നമസ്കരിക്കാൻ സാധിക്കുന്നത്, അതല്ലെങ്കിൽ നമ്മളുടെ നാള് പ്രകാരം ഇന്ന ദിവസം, അങ്ങനെ അല്ലെങ്കിൽ നമ്മളുടെ സാമ്പത്തികം ഈ ദിവസം നമുക്ക് ഷീട്ടാക്കാം എന്ന് തോന്നുന്നത് ആ ദിവസത്തേക്ക് നമുക്ക് ഷീട്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ. 3000 രൂപയാണ് കേട്ടോ ഷീട്ടാക്കാനായിട്ട് വേണ്ടത്. അപ്പൊ ഇതാണ് ദാമ്പത്യ കലഹം മാറാനായിട്ട് ചെയ്യേണ്ടത്. അടുത്തതായിട്ട് ഇപ്പോഴത്തെ ഈ ഒരു തന്നെയാണ് കേട്ടോ എല്ലാവരും ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ നാമജപം ഓൾറെഡി നടക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? പുതുതായിട്ട് തുടങ്ങുന്ന നാമജപവും ഇതും കൂടിയിട്ട് ക്ലാഷ് ആവുമെന്നാണ്. അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ നടക്കുന്ന നാമജപം അതേപോലെ തന്നെ പോട്ടെ, കുറയ്ക്കണ്ട കേട്ടോ ആരും. 5000 തൊട്ട് 10000 വരെ ജപിക്കുന്നവർ 3300 കുറയ്ക്കണ്ട. 3300 അതിൽ നമ്മൾ കൗണ്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. അത് മനസ്സിലായി ഉണ്ടാവും വിചാരിക്കുന്നു കേട്ടോ.
അടുത്തതായിട്ട് സിന്ധു മനോജ് എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, സവിതയുടെ കുട്ടികൾ എത്രയിലാണ് പഠിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എനിക്ക് 3 പെൺകുട്ടികളാണ്. മൂത്തയാൾ മിത്രവിന്ദ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. രണ്ടാമത്തെ ആള് ആര്യനന്ദ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. മൂന്നാമത്തെ ആള് കൃഷ്ണമീര 2ാം ക്ലാസ്സിലാണ് കേട്ടോ പഠിക്കുന്നത്. ഇവർ 3 പേരും അമൃത വിദ്യാലയം ചാവക്കാട് ആണ് പഠിക്കുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു, എന്നാലും ഞാൻ പറഞ്ഞതാണ്, അങ്ങനെ ഒരു ചോദ്യം കണ്ടപ്പോൾ പറഞ്ഞതാണ് കേട്ടോ. പുഷ്പ വിജയൻ എന്ന ഭക്ത ചോദിച്ചു, വീട്ടിൽ ഭർത്താവിന്റെ അമ്മ മരിച്ചു പുല പോയിട്ടില്ല, അപ്പോൾ ഏകാദശി എടുക്കാൻ പറ്റുമോ എന്ന്. പുല പോയിട്ടില്ലെങ്കിൽ എടുക്കണ്ട കേട്ടോ. പുലയും വാലായ്മയും സ്ത്രീ സഹജമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർ ഞാനാണെങ്കിൽ എടുക്കാറില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത് കേട്ടോ. അടുത്തതായിട്ട് സാന്ദ്ര ഭാസി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, എനിക്ക് അസുഖം മാറാൻ ഞാൻ സ്വർണത്തിന്റെ ഒരു കുമിള നേർന്നിട്ടുണ്ട്. എൻ്റെ ഓപ്പറേഷൻ ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ അസുഖം പൂർണ്ണമായി മാറി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഞാൻ നേർന്ന വഴിപാട് ഭഗവാന് കൊടുക്കാൻ സാധിച്ചില്ല. ഗുരുവായൂരിൽ ഈ സ്വർണ്ണ കുമിള അമ്പലത്തിൽ നിന്ന് കിട്ടുമോ? ഒന്നാമത് സ്വർണ്ണ കുമിള പറഞ്ഞാൽ എന്താന്ന് എനിക്ക് അറിയില്ല കേട്ടോ. കുമിള എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കണേന്ന് അറിയില്ല. ഗുരുവായൂർ അമ്പലത്തിൽ വാങ്ങാൻ കിട്ടുന്നത് ഭഗവാന് സമർപ്പിക്കപ്പെട്ട ആ ഒരു സ്വർണം, അതാണ് നമുക്ക് സ്വർണ്ണ പൂജിച്ച ലോക്കറ്റ് എന്നൊക്കെ പറയില്ലേ, അതാണ്. അത് അവിടെ തന്നെ സമർപ്പിക്കാനുള്ളതല്ല, ഗുരുവായൂരപ്പന്റെ ലോക്കറ്റാണ് കേട്ടോ അത്. നമുക്ക് സ്വർണം സമർപ്പിക്കണമെങ്കിൽ നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന് സമർപ്പിക്കണം എന്നുള്ളത് തന്നെയാണ് കേട്ടോ. അസുഖങ്ങളെല്ലാം പൂർണ്ണമായും ഭേദമായി എന്ന വിശ്വാസം സത്യമാവട്ടെ. ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. ഇത് പറഞ്ഞപ്പോഴാണ്, ഇനി ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനിയും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കാം, ഞാൻ വിട്ടുപോയതാണെങ്കിൽ ക്ഷമിക്കൂ കേട്ടോ. ഇന്ന് എനിക്ക് പറയാനുള്ളത് അനുഭവ കഥയാണ് കേട്ടോ. ഒരമ്മ എന്നെ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ അമ്മയ്ക്ക് ഒരു സർജറി കഴിഞ്ഞിരിക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ അമ്മയ്ക്ക് ഒരു കുരു എന്നൊക്കെ പറയില്ലേ, മുഴ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു അസുഖം വന്നു. അപ്പോൾ വീണ്ടും ഡോക്ടറെ കാണിച്ച സമയത്ത് ഡോക്ടർ അത് ആ സമയത്ത് കീറി കളഞ്ഞ് ക്ലീൻ ചെയ്ത് കൊടുത്തു. ഇനിയും വീണ്ടും ഇത് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് സർജറി ചെയ്ത് മാറ്റേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സർജറി കഴിഞ്ഞിരിക്കുന്ന അമ്മയ്ക്ക് വല്ലാത്ത വിഷമം തോന്നി. ഗുരുവായൂരപ്പൻ വീണ്ടും 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 എന്നെ പരീക്ഷിക്കുകയാണോ, എനിക്ക് എന്താണ് ഇങ്ങനെ സംഭവിക്കണേന്നൊക്കെയുള്ള വിഷമത്തിൽ ഇരിക്കുകയായിരുന്നു. ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ അതേ സ്ഥാനത്ത് വീണ്ടും ഈ ഒരു മുഴ വന്നു കേട്ടോ, അല്ലെങ്കിൽ ഈ ഒരു കുരു വന്നു. ആ ഒരു സമയത്ത് ആ അമ്മയ്ക്ക് നല്ല സങ്കടം വന്ന് ഉണ്ണികൃഷ്ണന്റെ അടുത്ത് കുറച്ച് ആവലാതിയൊക്കെ പറഞ്ഞ് വിഷമമൊക്കെ പറഞ്ഞ് നാമമൊക്കെ ജപിച്ചപ്പോൾ ആ അമ്മയ്ക്ക് തോന്നി ഇത്ര കയ്യിലുണ്ടായിരുന്ന ആടിയ എണ്ണ ആ ഒരു കുരുവിൽ പുരട്ടണമെന്ന്. ഞാൻ എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന അമ്മയെ പറഞ്ഞു കേട്ടോ, ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. വേദനയ്ക്കൊക്കെയാണ് ഞാൻ പറയാറുള്ളത്, ജോയിന്റ് പെയിൻസോ മുട്ടുവേദനയോ ഒക്കെ വരുമ്പോൾ പുരട്ടിക്കോളൂ എന്നാട്ടോ പറയാറ്. പക്ഷെ ഈ അമ്മ ആ കുരുവില് രണ്ടും കൽപ്പിച്ചത് തന്നെ പറയാം കേട്ടോ. ഈ ആടിയ എണ്ണ ഭഗവാനെ നല്ലോണം വിചാരിച്ചിട്ട് അങ്ങോട്ട് പുരട്ടി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ആ ഡോക്ടർ ചെയ്തപ്പോൾ വന്ന പോലെ ആ ഒരു മുറിവൊക്കെ ആ ഒരു കുരുവൊക്കെ പൊട്ടി അത് വൈകുന്നേരം ആകുമ്പോഴേക്കും മൊത്തം ക്ലീനായി, അവിടെ ഒന്നും ഇല്ലാതായി ഇത്രേ. ആ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്തൊരു ശക്തിയാണ് ഭഗവാന്റെ ആ പ്രസാദത്തിന്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല അത് ഇനി ഡോക്ടറെ കാണാതെ നേരെയാവുന്നു. പക്ഷെ ഗുരുവായൂരപ്പനിൽ മാത്രം മനസ്സർപ്പിച്ച് ഞാൻ ചെയ്തതാണ്. ഗുരുവായൂരപ്പൻ എന്നെ കൈവിടാതെ കാത്തുരക്ഷിച്ചു എന്ന് പറഞ്ഞു കേട്ടോ. ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ശരിയാണ് അല്ലേ, ആ അമ്മയ്ക്ക് അത്ര വലിയ അനുഗ്രഹം ലഭിച്ചു. ഗുരുവായൂരപ്പന്റെ പ്രസാദങ്ങൾക്ക് ഓരോന്നിനും അതേപോലെയുള്ള മാഹാത്മ്യം ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനോടനുബന്ധിച്ച് ഒരു കഥ പറയാട്ടോ. ഒരു കുടുംബത്തില് വളരെ ദാരിദ്ര്യം ഉള്ള ഒരാളുണ്ടായിരുന്നു. ഒരു ദമ്പതിമാരായിരുന്നു കേട്ടോ. അവർക്ക് അങ്ങനെ വലിയ വലിയ ഭക്ഷണമോ അല്ലെങ്കിൽ വലിയ ആർഭാട ജീവിതമോ ഒന്നും തന്നെ ഇല്ല. അവർക്ക് ആകെ ഉണ്ടായിരുന്നത് ഒരു പശുവായിരുന്നു. അപ്പൊ ആ പശുവിൽ നിന്ന് കിട്ടുന്ന പാല്, ആ പാല് അത് അധികം പാലൊന്നും ഇല്ല കേട്ടോ, വളരെ കുറച്ച് പാലേ ആ പശുവിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നുള്ളൂ. അത് അവർക്ക് വിറ്റ് കാശാക്കാനുള്ള അത്രയും മാത്രം ഒന്നുമില്ല. അപ്പൊ അവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആ പാല് അവര് കുടിക്കും. അതുകൊണ്ടാണ് അവർക്കുള്ള ആ ഒരു ഭക്ഷണം എന്ന് പറയുന്നത്. അത് മാത്രമാണ് അവരുടെ ഭക്ഷണം എന്ന് പറയുന്നത്. അപ്പൊ ഒരു ദിവസം വല്ലാതെ വിശന്ന സമയമാണ് കേട്ടോ. അപ്പൊ അന്നത്തെ ദിവസം രാവിലെ നേരത്തെയാണല്ലോ പാല് കറക്കലൊക്കെ. പാല് കറന്നു വെച്ചിട്ടുണ്ട്. ഈ പാല് കറന്നു വെച്ചത് ആ വിശപ്പിന്റെ പരിഭ്രമത്തില് അതിലെ ഗൃഹനാഥൻ വന്നിട്ട് വേഗം കാച്ചു കുടിക്കണം എന്നുള്ള രീതിയിൽ ആ പാലിന്റെ പാത്രം കണ്ട് എടുത്തതും പാൽപാത്രം ആ മൺപാത്രത്തിൽ വെച്ചിരുന്ന പാലായിരുന്നു, അത് ഉടഞ്ഞ് പോയി. അത് അവിടെ മുഴുവൻ തൂവിപ്പോയി.
അദ്ദേഹത്തിന് അങ്ങോട്ട് ദേഷ്യം വന്നു കേട്ടോ. അദ്ദേഹം എന്നും ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ആളാണ്. അപ്പൊ അദ്ദേഹം വിചാരിച്ചു, ഇത്രയൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ടും എൻ്റെ ഭഗവാൻ എന്നെ തിരിഞ്ഞു നോക്കിയില്ലല്ലോ. ആകെക്കൂടി ഇവിടെ ഉണ്ടാകുന്നത് നാഴിപ്പാല് മാത്രമാണ്. ഈ നാഴിപ്പാല് കുടിക്കാനുള്ള ഒരു യോഗം പോലും അങ്ങ് എനിക്ക് തന്നില്ലല്ലോ. ഇനിയും 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 ഞാൻ പട്ടിണി കിടക്കണം എന്നാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ആവലാതി പറഞ്ഞ് ആ പാല് തൂവിപ്പോയത് അദ്ദേഹം ക്ലീൻ ചെയ്യണമൊന്നുമില്ല കേട്ടോ. അദ്ദേഹം അങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് എവിടെ നിന്നോ ഒരു കാക്ക പറന്ന് വന്നിട്ട് ആ പാല് കുടിച്ചു അത്രേ. ഈ പാല് ഇങ്ങനെ കുടിക്കണ്ട. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഇരുന്നിട്ട് കുടിച്ചോളൂ കുടിച്ചോളൂ, നിന്റെയെങ്കിലും വയറ് നിറയട്ടെ, ഞാനോ ഇങ്ങനെയായി എന്നൊക്കെ പറയുന്നത് കേട്ടുകൊണ്ടാണ് അത്രേ ഇദ്ദേഹത്തിന്റെ പത്നി അകത്ത് നിന്ന് വരുന്നത്. അപ്പൊ ഈ പത്നി നോക്കുന്ന സമയത്ത് ആ കാക്ക പെട്ടെന്ന് പെടഞ്ഞ് വീണ് മരിക്കുന്നതാണ് കാണുന്നത്. അപ്പോ കാക്കയ്ക്ക് എന്താ സംഭവിച്ചത്, പാല് കുടിച്ചതിൽ നിന്ന് എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞ് ഈ ഭാര്യ വന്നിട്ട് ഭർത്താവിനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം വിചാരിച്ചു എന്താ സംഭവിച്ചത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് ആ ഉടഞ്ഞ കലത്തിന്റെ ഇടയിൽ നിന്ന് ഒരു പാമ്പ് ഇഴഞ്ഞു പോണത് ഇവര് കണ്ടത്. അപ്പോൾ ഇവരെന്താന്ന് വെച്ചാൽ വളരെ നേരത്തെ പാല് കറന്നു വെക്കുകയാണല്ലോ. അപ്പോൾ ആ ഇരുട്ടില് ആ കലം എടുത്തു കൊണ്ടുപോയി പാല് കറന്ന സമയത്ത് അതിൽ ഉണ്ടായിരുന്ന ഒരു പാമ്പിനെ ഇവരുടെ കണ്ണിൽ പെട്ടില്ല. അതുകൊണ്ടാണത്രേ അവർ അതിലേക്ക് പാല് കറന്നൊഴിച്ചത്. ആ പാമ്പിന്റെ വിഷമാണ് ഈ പാലിൽ കലർന്നിരുന്നത്. അത് ഇവരെ കുടിക്കരുത് എന്ന് കരുതിയിട്ടാണത്രേ ഭഗവാൻ ആ ഒരു കലം തട്ടിക്കളഞ്ഞത്. ഇത് കണ്ടതും ആ ദരിദ്രനായിട്ടുള്ള അദ്ദേഹത്തിന് വളരെയധികം സന്തോഷം തോന്നി കേട്ടോ. ഇത്രയധികം കഷ്ടപ്പാടുകളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോഴും ഞങ്ങളുടെ അടുത്ത ഭഗവാന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നുണ്ടല്ലോ, ഞങ്ങൾക്കൊരാപത്തില്ലാതെ. ദുരിതവും ദുഃഖവും രണ്ടും രണ്ടാണ് കേട്ടോ. ദുരിതം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ വരുന്ന ചെറിയ 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 പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ വലുതെന്ന് നമുക്ക് തോന്നുന്ന പ്രശ്നങ്ങളെയാണ് ദുരിതങ്ങൾ എന്ന് പറയുന്നത്. ദുഃഖം എന്ന് പറഞ്ഞാൽ ഒരിക്കലും തിരിച്ചു കിട്ടാൻ ഇടയില്ലാത്ത നഷ്ടങ്ങളെയാണ് ദുഃഖങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ വലിയ ദുഃഖത്തിൽ നിന്ന് ഞങ്ങളെ കരകയറ്റിയ ഭഗവാന് അനന്തകോടി നമസ്കാരം പറഞ്ഞിട്ടുണ്ടായിരിക്കണം ആ ദമ്പതിമാരല്ലേ. ഇതേ മാതിരിയാണ് അത്രേ കുറെ കഷ്ടപ്പാടുകൾ വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഭഗവാൻ എന്നെ തിരിഞ്ഞു നോക്കണില്ല, ഭഗവാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത്, എത്ര കാലമായി ഞാൻ ഇത് അനുഭവിക്കുന്നു. പക്ഷെ ഓരോ ചെറിയ ചെറിയ സെക്കൻഡ്സിൽ പോലും ഭഗവാൻ നമ്മളെ കാത്തു രക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളൊന്ന് ചിന്തിക്കാൻ തയ്യാറായാൽ ഭഗവാന്റെ ആ ഒരു മായ നമുക്ക് കാണാൻ സാധിക്കും. ഇത് എന്തുകൊണ്ടാണ് ഇപ്പൊ സംഭവിച്ചത് എന്നൊന്ന് മനസ്സിരുത്തി ചിന്തിച്ചു നോക്കൂ. നമ്മുടെ ഇന്നർ വോയിസ്, നമ്മുടെ ഉള്ളിലിരുന്ന് തന്നെ അതിനുള്ള ഉത്തരം ഭഗവാൻ നമുക്ക് കണ്ടെത്തി തരും. അപ്പൊ എല്ലാവർക്കും ഗുരുവായൂരപ്പനെ ഉറച്ചു വിശ്വസിക്കാൻ സാധിക്കട്ടെ. ഏകാദശി വളരെ നന്നായി തന്നെ ആചരിക്കാൻ സാധിക്കട്ടെ. ഉപവാസമോ അല്ലെങ്കിൽ വ്രതമോ ഒക്കെ ആയിട്ട് ആചരിക്കാൻ സാധിക്കട്ടെ. ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. നാമം ജപിക്കാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവരോഗ വിനാശന, സർവപാപ വിനാശന, സർവദുഃഖ വിനാശന, സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹരേ.